ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. നിങ്ങൾ ദൈവം പറഞ്ഞ ശരിയായ പാതയിലാണോ പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള 7 അടയാളങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നാം സംസാരിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നിങ്ങൾ ദൈവം പറഞ്ഞ രീതിയിലാണോ ജീവിക്കുന്നത് എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതിനെക്കുറിച്ച് വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. ബൈബിളിൽ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതാണ് ദാവീദ് രാജാവ്. അവൻ സ്വയം പ്രകടിപ്പിക്കുന്ന രീതി, അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന രീതി, അവന് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിനെക്കുറിച്ച് ദൈവത്തോട് തന്നെ നേരിട്ട് പറയുന്ന രീതി, ദൈവത്തോടുള്ള അവൻ്റെ സ്നേഹം ഓരോ പാട്ടിലൂടെ അവൻ കാണിക്കുന്ന രീതികൾ എല്ലാം ഭയങ്കര രസകരമാണ്. ദൈവം എന്തുകൊണ്ടാണ് അവൻ ഇത്ര ഭയങ്കരമായിട്ട് സ്നേഹിച്ചത് എന്നുള്ള കാര്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അവൻ ദൈവത്തെക്കുറിച്ച് നല്ല മധുരമുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞു. സങ്കീർത്തനം 101 അധ്യായത്തിൽ ദാവീദ് ദൈവത്തോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അവൻ പറഞ്ഞു, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തെയും നീതിയെയും കുറിച്ച് ഞാൻ പാടും. യഹോവേ, അങ്ങയെ ഞാൻ വാഴ്ത്തിപ്പാടും. നിഷ്കളങ്കമായ ഒരു ജീവിതം നയിക്കുന്നതിൽ ഞാൻ ശ്രദ്ധ ചെലുത്തും. അവിടുന്ന് എപ്പോഴാണ് എൻ്റെ അരികിൽ എത്തുക? പരമാർത്ഥ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ഭവനത്തിൽ പെരുമാറും. എൻ്റെ കണ്ണിനു മുൻപിൽ ഒരു നീചകാര്യവും ഞാൻ വെക്കില്ല. വിശ്വാസഘാതകരുടെ പ്രവൃത്തികൾ ഞാൻ വെറുക്കുന്നു. എനിക്ക് അവരുമായി യാതൊരു പങ്കുമില്ല. വക്രഹൃദയം എന്നിൽ നിന്ന് ഏറെ അകലെയാണ്. തിന്മ പ്രവൃത്തികളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. തൻ്റെ അയൽവാസിക്കെതിരെ രഹസ്യമായി ഏഷണി പറയുന്നവരെ ഞാൻ നശിപ്പിക്കും. അഹന്ത നിറഞ്ഞ കണ്ണും നീളമുള്ള ഹൃദയവും ഉള്ളവരെ ഞാൻ സഹിക്കയില്ല. ദേശത്തിലെ വിശ്വസ്തർ എന്നോടൊപ്പം വസിക്കേണ്ടതിന് എൻ്റെ ദൃഷ്ടി അവരുടെ മേൽ വെച്ചിരിക്കും. നിഷ്കളങ്കരായി ജീവിക്കുന്നവർ എനിക്ക് ശുശ്രൂഷ ചെയ്യും. വഞ്ചന പ്രവർത്തിക്കുന്നവരാരും എൻ്റെ ഭവനത്തിൽ വസിക്കയില്ല. വ്യാജം പറയുന്നവരാരും എൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുകയുമില്ല. ദൈവവുമായി നല്ല ബന്ധം നിലനിർത്താൻ വേണ്ടി അവൻ എന്തൊക്കെയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ദാവീദ് ദൈവത്തോട് പറഞ്ഞു. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള വഴിയാണത്. ദൈവത്തിൻ്റെ പാതയിൽ, അതായത് ശരിയായ പാതയിൽ തന്നെ തുടരാനുള്ള ഒരു ഏക മാർഗമാണത്. നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്ന്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ പരമാർത്ഥതയോടെ ചെയ്യും. സങ്കീർത്തനം 101 അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാൻ ആദ്യം നാം തന്നെ തയ്യാറാകണം. നാം പൊതുവെ പറയാറുണ്ടല്ലോ, സത്യസന്ധത എന്ന് പറയുന്നത് എന്തോ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു സാധനമല്ല എന്ന്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സത്യസന്ധത എന്ന് പറയുന്നത് ദൈവിക സ്വഭാവം നമ്മിലുണ്ടെങ്കിൽ മാത്രം നമ്മിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. സത്യസന്ധരായിരിക്കണമെന്ന് ആരും നിങ്ങൾ നിർബന്ധിക്കാൻ വരില്ല. ദൈവം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് എടാ ചെറുക്ക സത്യസന്ധനായിട്ടിരിക്കുക എന്നൊക്കെ എപ്പോഴും ഒന്നും പറയില്ല. അതുകൊണ്ട് നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നറിയാനുള്ള ആദ്യ മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സത്യസന്ധരായിട്ട് നടക്കാൻ തയ്യാറാണോ എന്നുള്ളത് ആദ്യം നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്നതാണ്. നിങ്ങൾ ശരിയായ പാതയിലാണ് എന്നത് മനസ്സിലാക്കാനുള്ള രണ്ടാമത്തെ അടയാളം, നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും. ചില സമയത്ത് എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നും. നിങ്ങളുടെ അകത്തുള്ള ആത്മാവ് പെട്ടെന്ന് അസ്വസ്ഥമാകും. നിങ്ങൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ശരിയാകുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ ആത്മാവ് സമാധാനത്തിലല്ലെങ്കിൽ നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന ആത്മാവ് നിങ്ങൾക്ക് തരുന്ന സൂചനയാണിത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിൽ നിന്ന് മാറാനായിട്ട് ആത്മാവ് തരുന്ന അടയാളമാണിത്. അങ്ങനത്തെ പ്രവൃത്തികളിൽ നിന്നും ചിന്തകളിൽ നിന്നും എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടകന്ന് നിൽക്കാൻ ആത്മാവ് തരുന്ന അടയാളമാണിത്. മൂന്നാമത്തെ അടയാളം, നിങ്ങൾ തിന്മ ചെയ്യുന്നത് വെറുക്കും. ദൈവത്തിൻ്റെ കൂടെ ശരിയായ പാതയിൽ നടക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളത് വെറുക്കും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഹൃദയം ദൈവിക പാതയിലാണ് എന്നത് മനസ്സിലാക്കാനുള്ള മറ്റൊരു മാർഗമാണിത്. സങ്കീർത്തനം 101 അധ്യായം 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എൻ്റെ കണ്ണിന് മുന്നിൽ ഒരു നീചകാര്യവും ഞാൻ വെക്കില്ല. വിശ്വാസഘാതകരുടെ പ്രവൃത്തികൾ ഞാൻ വെറുക്കുന്നു. എനിക്ക് അവരുമായി യാതൊരു പങ്കുമില്ല. ദാവീദ് പറഞ്ഞു, കർത്താവെ, വൃത്തികെട്ട കാര്യങ്ങളൊന്നും ഞാൻ നോക്കില്ല. നീചമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന്. ദാവീദ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വെറുത്തു. അവൻ നമ്മെക്കാൾ വിശുദ്ധനായതുകൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ പാതയിൽ, അതായത് ശരിയായ പാതയിൽ നടക്കാൻ അവന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടുത്ത മാർഗം, ദുഷ്ടപ്രവൃത്തികളെ നിങ്ങൾ ആത്മാർത്ഥമായി വെറുക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഒരു കാര്യവും ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും തയ്യാറാകില്ല. അതാണ് മറ്റൊരു അടയാളം. ഈ സമയത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, ദൈവത്തെ സ്നേഹിക്കുക,
ദൈവത്തെ ആരാധിക്കുക, ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യുക എന്നതായിരിക്കും. നിങ്ങൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കും. നിങ്ങളുടെ സ്വന്തം ആഗ്രഹത്തിന് വലിയ പ്രാധാന്യം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. ഇതെന്തോ ദൈവത്തിൽ നിന്ന് നേടിയെടുക്കാനായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, മറിച്ച് നിങ്ങൾ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, ദൈവത്തിൻ്റെ പാതയിലാണ് നിങ്ങൾ നടക്കുന്നത്. എനിക്ക് വേണ്ടി ഇത് ചെയ്തു തരണേ, അത് ചെയ്തു തരണേ എന്ന് പറയുന്ന സ്വാഭാവിക പ്രാർത്ഥന മാറി അത് കർത്താവായി മാറും. ദൈവത്തിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ദൈവം പറഞ്ഞിട്ടുള്ള എല്ലാ കൽപ്പനകളും നിങ്ങൾ പാലിക്കാൻ തുടങ്ങും. അത് ചെയ്യാൻ എളുപ്പമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിൽ തന്നെ ആ ആഗ്രഹം ഉരുവാകും. അഞ്ചാമത്തെ അടയാളം, ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പരിഷ്കരിക്കാൻ നിങ്ങൾ തയ്യാറാകും. നിങ്ങൾ ശരിയായ പാതയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടുത്ത മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താത്ത പഴയ ശീലങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം നിങ്ങൾ ഉപേക്ഷിക്കും. സങ്കീർത്തനം 101:4 വാക്യം ഇങ്ങനെ പറയുന്നു: വക്രഹൃദയം എന്നിൽ നിന്ന് ഏറെ അകലെയാണ്, തിന്മ പ്രവൃത്തികളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ദൈവമക്കൾക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത ശീലങ്ങൾ എന്ന് പറയുന്നത് നുണ, വഞ്ചന, മോഷണം, പരദൂഷണം, വിഗ്രഹാരാധന എന്നീ കാര്യങ്ങളാണ്. ഇതെല്ലാം ദൈവം ഭയങ്കരമായിട്ട് വെറുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം അകലുക എന്ന നിങ്ങളുടെ ജീവിതം തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. രസകരമായൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ദൈവത്തെ മെച്ചപ്പെടുത്താനോ ദൈവത്തെ മഹത്വമുള്ളവനാക്കാനായിട്ട് നമുക്ക് ദൈവത്തിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കഴിയില്ല. അദ്ദേഹം സർവ്വവ്യാപിയായ ഒരു ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമ്മോട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ദൈവം തന്നെയാണ്. ദൈവത്തെ ചെറുതാക്കാനോ ദൈവത്തിലേക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ നമുക്ക് പറ്റില്ല. ദൈവം എത്ര സ്നേഹവാനാണ് എന്നും നമ്മൾ വളർന്ന് നല്ല നിലയിലെത്തണമെന്ന് അദ്ദേഹം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഈ സംഭവം ഊന്നി പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത് നമ്മെ ദൈവത്തിൻ്റെ നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നു. ആറാമത്തെ അടയാളം, നിങ്ങൾക്ക് ആത്മാക്കളുടെ അനുകമ്പയുണ്ടാകും. ദൈവം മനുഷ്യരെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കും. സങ്കീർത്തനം 101:5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തൻ്റെ അയൽവാസിക്കെതിരെ രഹസ്യമായി ഏഷണി പറയുന്നവരെ ഞാൻ നശിപ്പിക്കും. അഹന്ത നിറഞ്ഞ കണ്ണും നിഗളമുള്ള ഹൃദയമുള്ളവരെ ഞാൻ സഹിക്കയില്ല. കഴിഞ്ഞ അവസാനത്തെ പോയിന്റിൽ നാം കണ്ടു ദൈവം എത്രമാത്രം മനുഷ്യരെ സ്നേഹിക്കുന്നുണ്ട് എന്നും അവരെ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കാനുള്ള കാര്യങ്ങളാണ് ദൈവം ചെയ്യുന്നത് എന്നൊക്കെ. ദൈവം ചെയ്യുന്നതെല്ലാം നമ്മുടെ പ്രയോജനത്തിന് വേണ്ടി മാത്രമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ പാതയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള യഥാർത്ഥ മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, ആളുകൾ വളരണമെന്നും നന്നാകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ കൂടെയുള്ളവരെ പരിപാലിക്കുന്ന ഒരു യഥാർത്ഥ കൂട്ടുകാരാകുന്നുണ്ടോ? നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നവരോട് പോലും നിങ്ങൾ അനുകമ്പയും ദയയും കാണിക്കുന്നുണ്ടോ? എന്നാൽ ഉറപ്പിച്ചോ, നിങ്ങൾ ദൈവത്തിൻ്റെ ശരിയായ പാതയിലാണ്. അവസാനത്തെ അടയാളം, നിങ്ങളുടെ ഹൃദയങ്ങളിൽ പോലും പാപം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധം നിങ്ങൾക്കുണ്ടാകും. വഞ്ചന പ്രവർത്തിക്കുന്നവരാരും എൻ്റെ ഭവനത്തിൽ വസിക്കയില്ല. വ്യാജം പറയുന്നവരാരും എൻ്റെ സന്നിധിയിൽ ഉറച്ചു നിൽക്കുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കൾ, നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളുകൾ പോലും ദൈവത്തെ ഭയപ്പെടുന്നവരായിരിക്കണം. കാരണം ചീത്ത കൂട്ടുകെട്ട് നല്ല പെരുമാറ്റത്തെ പോലും ദുഷിപ്പിക്കുന്നുവെന്ന് ബൈബിൾ നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ പാതയിലാണ് എന്ന് മനസ്സിലാക്കാനുള്ളൊരു പ്രധാന മാർഗവുമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെ വലയം വലിയ ഗൗരവത്തോടെ തിരഞ്ഞെടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.